ഹലോ ഗൈസ്, കൂലിപ്പണി രാജൻ. എന്തിനാടാ നീയൊക്കെ കൂലിയെ കൊല്ലുന്നേ? കൂലി അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. We are coolies, but not beggars. പവർ ഹൗസ് എന്നൊക്കെ പറ്റിയ കള്ളിന് പേരൊക്കെ കൊടുത്ത് അതൊക്കെ ഓക്കെ. അത് കുടിച്ചിട്ട് പോയാലും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അത് നടന്നെന്ന്. ഒരു കള്ളിന് കൊടുക്കുന്ന പേരാണ് പവർ ഹോഴ്സ് എന്ന്. അങ്ങനെ ഒരു കള്ളുണ്ടല്ലോ. ഇവൻ എന്തോന്ന് പറയുന്നേ? പവർ ഹോഴ്സാ? പവർ ഹോഴ്സ് എന്ന് പറയുന്ന സാധനം അടിച്ച് രജനീകാന്ത് ഭയങ്കര പവറായിരുന്നു, അങ്ങനെ അടിച്ച് വീലായി എന്തൊക്കെയാണോ പറയുന്ന റിവ്യൂസിൽ. എൻ്റെ പൊന്നു മോനെ, അത് പവർ ഹോഴ്സ് അല്ല. കുതിരയുടെ പവറുള്ള സാധനം നല്ല അർത്ഥം. പവർ ഹോഴ്സ്. പിന്നെ പവർ ഹൗസ് ആയിട്ട് ക്ലബ് ഹൗസ് ഇവിടെ കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നം കിടക്കുന്നത്. പിന്നെ ഇവൻ എന്തോ നീ കാണിക്കുന്നേ? ഇവൻ പടം കണ്ടോന്ന് എനിക്കൊരു സംശയം. സൗബിനെ കൊണ്ട് കോൺസ്റ്റബിൾ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഇതിനെ പറ്റിയൊക്കെ ഞാൻ സിനിമ. നീ സൗബിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കുറ്റങ്ങള്. നിനക്ക് സൗബിനെ കുറിച്ച് എന്താ പറയാനുള്ള യോഗ്യത എന്താ? എന്തോ അടിപൊളിയായിട്ട് സൗബിൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗബിൻ്റെ ഓരോ ആക്ടിങ് കാണുമ്പോഴും എനിക്ക് കലാഭമണിയാണ് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭ മണിച്ചേട്ടനാണെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടാണ് തമിഴിൽ പോയി അഭിനയിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ സൗബിനും ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ നീ ഈ പടം കണ്ടിട്ടാണ് ഇവരെ ഓരോരുത്തരെ നീ കുറ്റപ്പെടുത്തുന്നത്. ആദ്യം മുതൽ അവസാനം വരെ സ്ക്രീനിൽ സൗബിനുണ്ട്. ആ സൗബിൻ്റെ ആ ഡാൻസ് അതുപോലും നിന്നെ കൊണ്ടൊന്ന് കളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ നിനക്ക് നാണുണ്ടോടാ ജട്ടിക്കുള്ളിലെ ഭീകര വന്ന് റിവ്യൂ പറയാൻ? താത്തമസോമ വന്നേക്കുന്ന് റിവ്യൂ പറയാൻ. സിനിമ വളരെ ആവറേജ് ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ. ബിക്കോസ് നിങ്ങളെല്ലാവരും പോയി, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കൂലി സിനിമ കാണുക. ആരുടെ ഒരു ദിവസത്തെ കൂലി പോത്തില്ല, വെറുതെ ആകത്തില്ല. നല്ല പടമാണ്. നിനക്കെന്തായാലും അത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കൂലിയെ കുറിച്ച് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ പടം കഥയ്ക്കുപരി സംഭവം കൊള്ളാം. ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പോലത്തെ ഒരു ചെറിയ കഥയുണ്ടെങ്കിലും അതിനെ കൊണ്ടുപോകുന്ന വിധമായാലും നമ്മളെ അങ്ങനെ ബോറടിപ്പിക്കുന്നതോ ഒന്നുമില്ല. ഞാൻ കാരണം റിവ്യൂസ് കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ നോക്കിയിട്ട് ഞാൻ എടുത്തു വെച്ച 80% റിവ്യൂസ് നെഗറ്റീവാണ്. ഈ 80% നെഗറ്റീവ് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം ആ പടത്തിനകത്തില്ല. അത് പക്ക പോസിറ്റീവായിട്ട് തന്നെ പറയാം. ഒരു 90% അത് പോസിറ്റീവാണ് ആ പടം. 10% നെഗറ്റീവ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിക്രം സിനിമയും പിന്നെ അതുപോലെ ഓരോ സിനിമ ഉദ്ദേശിക്കുന്ന സാധനം ഇതുമായിട്ട് ലിങ്ക് ആവും പ്രതീക്ഷിച്ചിട്ട് കാണാൻ അങ്ങനെ ആരും കാണാൻ പോകുന്നത്. കാരണം ലോകേഷ് ഏട്ടൻ ആ പടത്തിനകത്ത് ചെയ്തേക്കുന്ന കണക്ക് ഇതിനകത്ത് ചെയ്തില്ല. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. എന്തായാലും കിടിലൻ പടമാണ്. അങ്ങനെ പിന്നെ റിവ്യൂവിനകത്ത് പറയുന്നത് പാട്ട് കൊണ്ട് ബോറടിയെന്ന്. ആകെ അതിൽ 3 പാട്ടേ ഉള്ളൂ. ആ പാട്ട് കൊണ്ടൊന്നും ഒരു ബോറും ഇല്ല. നല്ല മേക്കിംഗ്, മ്യൂസിക്കും എല്ലാം പക്കായിട്ടാണ്. മേക്കിംഗ് സൂപ്പർ, ഒരു രക്ഷയില്ല. മ്യൂസിക്, BGM എല്ലാം കൊള്ളാം. പിന്നെ ക്യാമറമാന് അവനെ അടുത്ത് കിട്ടിയ കഴിഞ്ഞാൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ പറ്റും. നാഗാർജുനെ വെച്ച് അവൻ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നാഗാർജുനോട് ഓരോ ഷോട്ടും സൈഡ് സീനും എല്ലാം പക്ക എഡിറ്റർ എടുത്തിട്ടുണ്ട്. ക്യാമറമാൻ മാത്രമല്ല എഡിറ്റർ. ഈ ഒരു പടത്തിന്റെ മെയിൻ തലച്ചോറ് എഡിറ്ററേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണല്ലോ അതിനെ അത്രയും എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണ്ടേ. എഡിറ്റിങ് പക്കാണ്, ഒരു രക്ഷയില്ല. അത് മാത്രമല്ല രജനീകാന്ത് ഇത്രയും വയസ്സിലും എന്നെ അടിപൊളിയായിട്ടാണ് അഭിനയിക്കുന്നത്. എന്നിട്ട് ഇവന്മാർ ഈ പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്ക് അഭിമാനിക്കാം, കേരളക്കാർക്ക് അഭിമാനിക്കാം സൗബിനെ കൊണ്ട്. കാരണം സൗബിന് ഒരു രക്ഷയില്ല. സൗബിനെ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാത്തിലും കാണാം. സൗബിനെ അമ്പിളിയായിട്ട് കാണാം, പിന്നെ കുട്ടേട്ടൻ എല്ലാം അതാ കുട്ടേട്ടൻ. എന്തുവാണേലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് റിവ്യൂ നോക്കിയിട്ട് കാണാതിരിക്കരുത്. നിങ്ങൾ പോയി കാണുക. സീൻ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു ദിവസത്തെ കൂലി വെറുതെ പോകത്തില്ല. കൂലി സിനിമ കണ്ടാൽ ഉറപ്പാണ്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ പോകുമെന്നുണ്ടെങ്കിൽ ആ അന്നത്തെ കൂലി ഞങ്ങൾ തരുന്നതല്ല. അത് തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾ ധൈര്യത്തോടെ പോയി കാണും. നല്ല പടം. ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് റിവ്യൂ ഇടുന്നത് പോലും.